ശബരിമല യാത്രയ്ക്കൊരുങ്ങുന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ശബരിമലയിലേക്കുള്ള തീർത്ഥാടനം എന്നത് തന്നെയാണ് ഇതിനുള്ള കാരണവും. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരെയാണ് സന്നിധാനം. 5 കിലോമീറ്ററോളം നടന്നാണ് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തുന്നത്. നീലിമല, അപ്പാച്ചിമേട് തുടങ്ങിയ വലിയ മലകൾ താണ്ടിയാണ് ഈ 5 കിലോമീറ്റർ കടക്കേണ്ടത് എന്നതിനാൽ ആരോഗ്യപരമായ കുറച്ച് മുൻകരുതലുകൾ ആവശ്യമാണ്. ഓരോ വ്യക്തിയും ശബരിമല യാത്രയ്ക്ക് മുമ്പായി ഡോക്ടറെ കണ്ട് ശാരീരിക ക്ഷമത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ മരുന്ന് കഴിക്കാതെ മല ചവിട്ടരുത്. ഹൃദ്രോഗ ശസ്ത്രക്രിയകൾ ചെയ്തവർ മല ചവിട്ടുന്നത് ഒഴിവാക്കി ഡോളി ഉപയോഗിക്കണം. വ്യായാമം ഏതുമില്ലാതെ വളരെ പെട്ടെന്ന് ശരീരത്തിന് ഇത്തരമൊരു അധ്വാനം നൽകുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ തന്നെ സ്ഥിരമായി വ്യായാമം ചെയ്യാത്തവർ മലയാത്രയ്ക്ക് മുമ്പായി അല്പം നടക്കുന്നതും പടികൾ കയറി ഇറങ്ങുന്നതും നല്ലതാണ്. മല കയറുമ്പോൾ വളരെ സാവധാനം ഇടയ്ക്ക് വിശ്രമിച്ചു പോകുന്നതാണ് നല്ലത്. പമ്പയിൽ എത്തിയതിന് ശേഷം ഉടനെ തന്നെ മല കയറാൻ തുടങ്ങരുത്. പമ്പയിൽ 1 മണിക്കൂർ വിശ്രമിച്ചതിന് ശേഷം മല കയറാൻ ആരംഭിക്കാം. മലകയറ്റത്തിലും വിശ്രമവേളകളിലും ധാരാളം വെള്ളം കുടിക്കണം. ആസ്മയുള്ളവർ ഇൻഹേലർ തോൾ സഞ്ചിയിൽ കരുതണം. മലകയറ്റത്തിൽ നടപ്പാതയിൽ ഇരുവശങ്ങളിലും ധാരാളം ഓക്സിജൻ പാർലറുകൾ ഉണ്ട്. ആവശ്യമെങ്കിൽ അവ ഉപയോഗിച്ച് വിശ്രമിച്ചതിന് ശേഷം മാത്രം മലകയറ്റം തുടരാം. നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ഉണ്ടായാൽ അവഗണിക്കാതെ ഹെൽത്ത് സെൻ്ററുകളിലേക്ക് എത്തണം. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തുന്നത് വരെ 4 സ്ഥലങ്ങളിലാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുക. പമ്പ, നീലിമല, അപ്പാച്ചിമേട്, സന്നിധാനം എന്നിവിടങ്ങളിലാണത്. ഇവിടെ ECG പരിശോധിക്കാനും സാധിക്കും. ഇവിടങ്ങളിൽ സർക്കാർ ആശുപത്രി സേവനമുണ്ട്. മല കയറുന്നവർ തോൾ സഞ്ചിയിൽ സ്വന്തം വിവരങ്ങളും വിലാസവും രോഗവിവരങ്ങളും എഴുതി കരുതണം. കഴിക്കുന്ന മരുന്നിൻ്റെ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം. പ്രമേഹമുള്ളവർക്ക് മലകയറ്റ സമയത്ത് ഷുഗറിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ഇടയ്ക്ക് ക്ഷീണം തോന്നുമ്പോൾ മധുരമായി എന്തെങ്കിലും കഴിക്കണം. അല്ലാത്ത പക്ഷം അബോധാവസ്ഥയ്ക്ക് വരെ കാരണമാകും. അതിനാൽ കയ്യിൽ പഴമോ ഗ്ലൂക്കോസോ കരുതാം. ഇൻസുലിനോ തത്തുല്യമായ മരുന്നുകളോ ഡോക്ടറുടെ നിർദ്ദേശത്തോടെ കയ്യിൽ കരുതാം. മല ഇറങ്ങുമ്പോഴും വളരെ സാവധാനം മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. കാൽമുട്ട് വേദന ഉള്ളവർക്ക് ബാൻഡേജും മറ്റും ഉപയോഗിക്കാം. സംഘമായി പോകുന്നവർ നിർബന്ധമായും കയ്യിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കരുതിയിരിക്കണം.